ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഉള്ള കണി എന്ന് പറയുന്നത് ഇതാ ഈ കണിക്കൊന്ന മരം ആണ് കേട്ടോ. രാവിലെ അടുക്കള വാതിൽ ചെന്ന് തുറന്ന് നോക്കുമ്പം നേരെ അടുക്കള ഭാഗത്താണ് കേട്ടോ ഈ കണിക്കൊന്ന മരമുള്ളത്. അപ്പോൾ അങ്ങനെ അത് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ മത്തനൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് തലേ ദിവസമുള്ള കറിയാണ് കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന കറിയാണ്. അപ്പോൾ അതാണ് എടുത്തത് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഞാൻ പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടാവുകൊണ്ട് അത് ദോശയ്ക്ക് നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇടിച്ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നുറുക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിലത്തിരുന്നിട്ടാണ് കേട്ടോ നുറുക്കണേ. അപ്പോൾ കുട്ടികളുണ്ട്, അവർക്ക് സ്കൂള് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ഇടിച്ചക്ക ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങനെ നുറുക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അനുമോൾ രാവിലെ തുടങ്ങിയതാണ് കനാലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശി കേട്ടോ. അപ്പോൾ ഏട്ടന് പണിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കൊണ്ടുപോകാമെന്ന് രാവിലെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിച്ചക്ക നുറുക്കണ ആ സമയത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഏട്ടൻ ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം തൊട്ടേ അവൾ കരയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു നിവർത്തി ഉണ്ടായില്ല, അവളെയും കൊണ്ട് പോന്നു കേട്ടോ. ഇടിച്ചക്ക പകുതി നുറുക്കി വെച്ചിട്ട് ഞാൻ നേരെ ഞങ്ങൾ കനാലിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അനുമോളെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ വെള്ളത്തിൽ അവിടെ സ്റ്റെപ്പിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഉള്ളത്. വെള്ളത്തേക്ക് അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയില്ല കേട്ടോ, കാരണം ഞാനും കുളിക്കുന്നില്ല. അപ്പോൾ അവളെ അങ്ങോട്ട് ഇറക്കിയില്ല. പൊന്നു പിന്നെ രാവിലെ ഏത് നേരം വന്ന് കുളിക്കുന്നതാണ്. പിന്നെ ഇതൊന്നും ആഴമൊന്നുമില്ല കേട്ടോ. ഇത് അവൻ്റെ ഈ കഴുത്തിൻ്റെ അതുവരെയൊക്കെ ഉള്ളൂ കേട്ടോ വെള്ളം. അപ്പോൾ ഇത് ആഴമൊന്നുമില്ല, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനുമോളെ അവിടുന്ന് കുളിപ്പിച്ച് കയറ്റി കേട്ടോ വേഗം. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ പിന്നെ വേഗം കുളിപ്പിച്ച് കയറ്റി കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എനിക്ക് വീട്ടിലും പിന്നെ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം വേഗം അവരെ വേഗം കുളിപ്പിച്ച് കയറ്റി വേഗം പോന്നു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തി ബാക്കിയുള്ള ഇടിച്ചക്കയും കൂടി ഇതാ നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും അടുക്കളയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാളും തണുത്ത വെള്ളം കുടിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ ഞാൻ തണുത്ത വെള്ളം വെക്കാറില്ല കേട്ടോ. തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുകയല്ലേ എഴുതിയിട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ അതിലൊരു കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് അവർ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ രാവിലെ പോകുമ്പോൾ അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവൾക്ക് ഇത്രയും വാശി കൂടിയത്. ഞാൻ പറയാറുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോവില്ലേ, പറഞ്ഞു പോയാൽ പിന്നെ ഭയങ്കര വാശിയാവും കേട്ടോ. അങ്ങനെ ഇതാ ഇടിച്ചക്ക നേരാക്കളൊക്കെ കഴിഞ്ഞ് അത് നല്ലവണ്ണം കഴുകിയെടുത്തതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെരി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ചെറിയുള്ളിയും കടുകും വറ്റൽമുളകുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ഇടിച്ചക്ക ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ പിന്നെ കുക്കറിൽ കുറച്ച് വെച്ചാൽ മതിയല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ കുക്കറിലാണ് കേട്ടോ ചോറും വെച്ചത്. അപ്പോൾ ചോറായി കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് വിശക്കാണ് പറഞ്ഞു കേട്ടോ. അവളങ്ങനെ ദോശയൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ വിശക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കഞ്ഞി കൊടുത്തു കേട്ടോ. കൂടെ ഞാനും പൊന്നും കൂടെ കഞ്ഞി കുടിച്ചു കേട്ടോ. ഇടിച്ചക്കപ്പേരിയും പപ്പടം ഒക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. പിന്നെ ഉണ്ടാകുന്നത് മാന്തൾ മീനാണ് കേട്ടോ ഉണ്ടാകുന്നത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കറി വയ്ക്കും വറുക്കും ഒക്കെ ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ഇതാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാതും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയുള്ളി, പിന്നെ തക്കാളിയും കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം എളുപ്പത്തിൽ അങ്ങനെയുണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ
എന്താ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി വെള്ളത്തിലിട്ടിട്ടല്ല, അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഉപ്പ് വല്ലാണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ, പാകത്തിന് ഉപ്പ് ഉണ്ടാകുന്നിട്ടില്ല കേട്ടോ മാന്തളിൽ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ വറുക്കാനുള്ള മീനും കൂടെ ഒന്ന് മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്താ കുറച്ച് ഒരു ചെറിയുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അതും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത്. അങ്ങനെ അത് രണ്ടും കറിയായി, ഉപ്പേരിയായി. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് അതിന് മുന്നേ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ച സമയത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതൊന്നും എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ അടുക്കളയും ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഇത് അടുക്കളയുടെ ഇപ്പുറത്തുള്ള ചെറിയൊരു സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പാത്രങ്ങൾ ഒക്കെ അടുക്കി വെക്കുന്ന വലിയൊരു കൂട് ഉണ്ടായിരുന്നു കേട്ടോ. ചുമരിൽ വലിയൊരു കൂടുണ്ടായിരുന്നു. അപ്പോൾ അത് മരത്തിൻ്റെ ആയതുകൊണ്ട് അത് വേഗം ചെതൽ പിടിച്ച് നാശമായിട്ട്, വേഗമല്ല കുറേ കാലം നിന്നായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിയുന്ന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ചെതലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അത് നാശമായിട്ടോ. അപ്പോൾ അതങ്ങനെ നാശമായി പോയി. അത് എന്താ അതിൽ ഒരുപാട് പാത്രങ്ങൾ വയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ പൊടികളും കാര്യങ്ങളൊക്കെ അതിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ആദ്യത്തെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇത് ഇപ്പം ഒരു 4 വർഷമൊക്കെ മുന്നേ, 4 വർഷം എത്ര വർഷമാണ് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നീട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടുത്തെ അടുക്കള എന്ന് പറയുന്നത് ഒരു നീളത്തിലുള്ളൊരു സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടുക്കളയായിരുന്നു കേട്ടോ. പിന്നീട് ആ അടുക്കള കുറച്ച് ഒന്നും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒന്ന് മാറ്റിയത്. പിന്നെ ആദ്യത്തെ അടുക്കള നിൽക്കുന്നത് അത്ര ശരിയല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ആ അടുക്കള കറക്റ്റല്ല, അതിൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിലം ടൈലല്ല കേട്ടോ, ഇത് ഇങ്ങനെ ഒട്ടിക്കുന്ന ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ അത് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഇതിൻ്റെ അടിയിലൊക്കെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആദ്യം അടിച്ച് മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് പിന്നെ ഇവിടെ അടിച്ചു വാരി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. നന്നായി ക്ലീൻ ചെയ്തു. നല്ലോണം പൊടിയും കാര്യങ്ങളും ഉണ്ടാകും കേട്ടോ. കുറേ ആയിരുന്നു ഞാനിതൊന്ന് വൃത്തിയാക്കിയിട്ട്. ഒന്നാമത് കൈ കൊണ്ടൊന്നും വയ്യ കേട്ടോ. ഇടത് കൈ ഇപ്പോഴും വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഇനി അത് പറയണം. ഇടത് കൈ ഭയങ്കര തരിപ്പും ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെഞ്ചിൻ്റെ ആ ഭാഗത്തേക്കായിട്ടൊരു വേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മരുന്ന് കുടിക്കേണ്ട ഡോക്ടർ വിറ്റാമിൻ്റെ കുറവാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത കാണിക്കലിന് അതും കൂടെ പറയണം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ശരീരത്തിന് വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. ഇനി പാത്രങ്ങൾ കഴുകി എടുക്കാണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇനി ഒരു പണിയാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, കുട്ടികൾക്കാണ് കേട്ടോ കൊടുത്തത്. ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുട്ടികൾക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയും കൂടിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ പുറത്തും ഇങ്ങനെ കാര്യമായിട്ട് എന്തോ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അമ്മ വന്നിട്ടില്ല കേട്ടോ, അമ്മ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ കളർ ചെടികളൊക്കെ പോയിട്ടോ. കുറച്ച് കളർ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വൃത്തിയില്ലാണ്ട് ആ ഭാഗം അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. മറ്റേത് അങ്ങനെ ചെടികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഇപ്പോൾ ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി കളർ ചെടികളൊക്കെ ആദ്യം ഇവിടെ എന്തായാലും ഇല്ല കേട്ടോ. 1-2 ഇങ്ങനെയുണ്ട്. ഇപ്പം വെയിലല്ലേ, അപ്പോൾ അത് കാരണം ഒന്നും അങ്ങനെ ഉണ്ടായി വരുന്നുമില്ല. അപ്പോൾ ഇനി വീട്ടിൽ നിന്നൊക്കെ കൊടുന്നിട്ടും ഇങ്ങനെ പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായ അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ പൊന്നു വൈകുന്നേരം കനാലിലേക്ക് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അനുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചായയിൽ മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മൊരിച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് പഞ്ചസാരയും ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അതിൽ മുക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ദോശ പാനിലിട്ടിട്ട് കുട്ടികൾക്ക് 2 അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതി. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ കുറച്ചുണ്ടാക്കി. പിന്നെ അപ്പോൾ അത് കുട്ടികൾ വേഗം കഴിച്ച് തീർത്തിട്ട് പിന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.